അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മിൻസിയാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയവർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വിളിച്ചൊരു ഹോം ടൂർ ചെയ്യാൻ വിചാരിച്ചിട്ടു. അപ്പോൾ നമ്മുടെ സ്വന്തം വീടൊന്നുമല്ല, വാടക താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ അടുത്ത മാസം ഇവിടുന്ന് വീട് മാറും. അപ്പോൾ അത് വെച്ച് ഇവിടുത്തെ ഹോം ടൂർ കാണിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഇവിടുന്ന് നോമ്പ് എന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് വീട് മാറുന്നതാണ്. വീടിന് മാറുന്ന മുമ്പ് ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അധികം വലുതൊന്നുമല്ല, ചെറിയൊരു വീടാണ്, എന്നാലും നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ തുടങ്ങാം. തന്നെ കയറി വരുമ്പോൾ തന്നെ അത് ഇതേപോലത്തെ ഒരു എന്താ പറയുക, കയറി വരുമ്പോൾ തന്നെ ഞങ്ങൾ മേളിലാണ് താമസിക്കുന്നത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇതേപോലെ ഒരു സിറ്റ് ഔട്ട് പോലത്തെ ഒരു ഇതുണ്ട് കേട്ടോ, സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഷൂറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഷൂ വെച്ചിട്ടുണ്ട്. പിന്നെ സാൻ്റെ സൈക്കിള്, പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സോഫ ഉണ്ടായിരുന്നു. ആ സോഫ ഞങ്ങൾക്ക് ദിവാങ്കോട്ട് കിട്ടിയപ്പോൾ ഇവിടെ ദിവാങ്കോട്ട് കിട്ടിയപ്പോൾ ആ സോഫ ഞാൻ പുറത്തേക്ക് ഇട്ടിട്ട്, അപ്പോൾ പിന്നീട് ആ സോഫ അങ്ങനെ തന്നെ എടുത്ത് വെച്ചപ്പോൾ ആ സോഫേൻ്റെ ഒരു കസേര ഞാൻ പുറത്തിട്ടിട്ട് പിള്ളേരെ വണ്ടികൾ ഫുള്ളും അതിനകത്തുണ്ട് കേട്ടോ. കസേര വണ്ടികളെല്ലാം അതിനകത്തിൻ്റെ. നമുക്ക് വീട്ടിലേക്ക് ചായ നിൽക്കണമൊക്കെ. ഇതാണ് ഞങ്ങളുടെ ഹോള്. കയറി വരുമ്പോൾ തന്നെ ഹോള്, ഇതാണ് ഹോള്. ഒരേ നിരവായിട്ട് വരും. അപ്പം ഞാൻ പറഞ്ഞ സോഫ ഇതാണ് കേട്ടോ. ഇത് പഴയൊരു സോഫയാണ്. ഇക്കാക്ക് ഇങ്ങനെ നമ്മൾ ആക്രി കടയിൽ നിന്ന് കിട്ടൂലേ, അങ്ങനെ കിട്ടിയപ്പോൾ അത് അങ്ങനെ കിട്ടിയൊരു സോഫയാണിത്. പക്ഷെ അത് സെറ്റാക്കി മുറിച്ച്, അതുപോലെ തന്നെ മുറിച്ച്, പിന്നെ ഇതേപോലെ തന്നെ ഇതൊക്കെ ഇല്ലേ ഈ സാധനം, ഇതിലൊക്കെ പെയിൻ്റൊക്കെ അടിച്ച്, കറുപ്പ് പെയിൻ്റൊക്കെ അടിച്ച് അങ്ങനെ ഒരു സെറ്റാക്കി വെച്ചാൽ അത് ഞങ്ങൾ വീട് മാറുമ്പോൾ ഞങ്ങളിത് ആർക്കെങ്കിലും കൊടുത്തിട്ടേ മാറുള്ളൂ. ആർക്കെങ്കിലും കൊടുക്കും, കൂട്ടുകാരനെ ചിലപ്പോൾ കൊടുക്കാനേ ചാൻസ് ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ബാഗും എൻ്റെ ചെരുപ്പൊക്കെ ഇരിക്കണം. നമ്മൾ രാവിലെ തന്നെ ടെസ്റ്റ് ചെയ്യിക്കാനൊക്കെ പോയിക്കണേന്ന്, പക്ഷേ ശരിയായില്ലപ്പോൾ 1 മണിയാകുമ്പോൾ ടെസ്റ്റ് ചെയ്യിക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സോഫ കേട്ടോ. അപ്പോൾ ഈ ഒരു സോഫേൻ്റെ എന്താ പറയുക, ഇത് കസേരയാണ് പുറത്ത് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. അതിൻ്റെ മേള വെച്ചേക്കണം. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ഇൻഷാള്ള വീട് മാറുമ്പോൾ കൊടുക്കാൻ പ്ലാൻ. വേറൊരു കോർണർ സെറ്റൊക്കെ മേടിക്കുന്നുണ്ട്. കുറച്ചൊന്നും അത് വിധി കൊടുത്താൽ അങ്ങനെ ഇൻഷാള്ള മേടിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങെടുക്കന്നെ ഇതിൻ്റെ നേരെ തന്നെ ദിവാങ്കോട്ടിട്ടുണ്ട്. ഈ ദിവാങ്കോട്ട് ഇക്കാനെ വീട്ടിൽ നിന്നാണ്. ദിവാങ്കോട്ടാണ് കേട്ടോ. അവിടെ എന്താ പറയുക, ഉമ്മാക്ക് പല സ്ഥലത്ത് നിന്ന് ഒരു സോഫ ഇങ്ങനെ സെറ്റ് കിട്ടിയപ്പോൾ ഈ ദിവാങ്കോട്ടപ്പോൾ നമുക്ക് തന്നിട്ടോ. ഞാനതിപ്പോൾ ഇവിടെ കൊടുത്തിട്ടാണ് കേട്ടോ. ഇപ്പോഴത്തെ ടൈനിങ് ടേബിൾ ഉണ്ട് കേട്ടോ. എപ്പോഴും ആഗ്രഹത്തോടെ എന്താ പറയുക, ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഡൈനിങ് ടേബിളൊക്കെ വേണമെന്നൊക്കെ വീട് മാറുമ്പോൾ. പക്ഷേ അതൊക്കെ എനിക്ക് സഹായിച്ചെന്ന് ഡൈനിങ് ടേബിളൊക്കെ EMI എടുത്തിട്ട് കുറച്ച് തവണയൊക്കെ അടിച്ച്. പിന്നെ ഇതിൻ്റെ റിംഗ് ലൈറ്റ്, എനിക്കിത് എന്താ പറയുക, യൂട്യൂബ് തുടങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഇങ്ങനത്തെ റിംഗ് ലൈറ്റൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അധികം വിലയുടെ ഒന്നുമില്ല, എന്നാലും എന്താ പറയുക, ആദ്യമായിട്ട് എനിക്ക് മേടിച്ചെന്ന റിംഗ് ലൈറ്റാണ്. ഇതിലാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ പൊന്നു പോലെ അങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കണേണ്. കാരണം ഇതുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് എന്താ പറയുക, ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് അത് ഞാൻ പൊന്നു പോലെ സൂക്ഷിച്ചൊക്കെ ആവശ്യം ഇങ്ങനെ അപ്പം തന്നെ എടുത്തിങ്ങനെ വെക്കും കേട്ടോ. പിന്നെ ടി വി കണ്ട. പിന്നെ ടി വി ടേബിൾ എനിക്ക് അറകാണിലൊക്കെ നമ്മൾ കല്യാണത്തിലൊക്കെ ഉണ്ടാവില്ല, അടുക്കളയിൽ അറകാണിലൊക്കെ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന TV സ്റ്റാൻഡാണ് കേട്ടോ ഇത്. അങ്ങനെ അത്. പിന്നെ ഫ്രിഡ്ജ് എല്ലാം എന്നാലും ചെറിയൊരു ഫ്രിഡ്ജ് ഇട്ടോ. ജയാൻ്റെ പണിയാണ് ഇത്. ഫുള്ള് മൽക്കൊളുത്താക്കി വെച്ചത്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സ്റ്റിക്കറൊക്കെ ഒടിച്ചത്. പിന്നെ ഫ്രിഡ്ജിൻ്റെ മേളിൽ നമ്മളെ മീൻകൂട്ടനുണ്ട്. കൂട്ടാ മീൻകൂട്ടനുണ്ട് കേട്ടോ. 4 മീനുണ്ടായതാണ്, പക്ഷേ ഇവ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബാക്കിയൊക്കെ പോയി. കാരണം അങ്ങനെ ഒരേന്നിങ്ങനെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ തന്നെ നമുക്കിപ്പോൾ എന്താ പറയുക, പോകുമ്പോൾ നമുക്കൊന്നും മീൻ നോക്കാനും സൂക്ഷിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ആ മീനൊക്കെ ചത്തുപോയിട്ടാ. ഇനി ഹോളിൽ നേരെ പോകണം നമ്മൾ അടുക്കളയിലേക്കാണ് കേട്ടോ. ഓപ്പൺ കിച്ചണൊന്നല്ല, ഇങ്ങനത്തെ ഒരു ആർച്ച് പോലെ ഉണ്ട്. ഈ ആർച്ച് നമ്മൾ ഒരു ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥ കണ്ടോ. ഇതാണ് കിച്ചണിൽ കബോർഡൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ തന്നെ ഇട്ട് കബോർഡാക്കി മിക്കതൊക്കെ വെച്ചേക്കണത്. ഈ പാത്ര സ്റ്റാൻഡ് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ഇത് നമ്മുടെ
പാത്ര സ്റ്റാൻഡ് ഇക്കാൻ്റെ വീട്ടിലായിരുന്നു. അതും നമുക്ക് വീട് ഇങ്ങോട്ട് മാറിയപ്പോൾ തന്നതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് പാത്ര സ്റ്റാൻഡ് വെച്ചു. ഈ ഒരു പാത്ര സ്റ്റാൻഡ് അടിയിൽ മമ്മി, ഈ ഓണറില്ലേ, ഈ വീടിൻ്റെ ഓണർ മമ്മിയെന്ന് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ മമ്മി തന്ന ഒരു വീട് മാറിപ്പോയപ്പോൾ അവർ തന്ന പാത്ര സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഫുള്ള് പ്ലാസ്റ്റിക് പാത്രങ്ങൾ, അതുപോലെ തന്നെ ഇക്കാൻ്റെ ചോറ് പാത്രങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ചില്ല് ഗ്ലാസ്സുകൾ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം നമ്മൾ ഇവിടെ ശേഖരിച്ച് ഇങ്ങനെ വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ ഒരു ടേബിളാണ് ഇത്. ടേബിൾ വീട്ടിൽ തന്നെ തന്ന ടേബിളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഭരണികളും അതുപോലെ തന്നെ ഉള്ളി സവാളയുടെ കുഞ്ഞു കൊട്ടകൾ, പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി പാത്രങ്ങൾ, പിന്നെ അടിയിൽ മിക്സിൻ്റെ ജാറുകൾ, കുപ്പികൾ, ഫ്രിഡ്ജിലെ കുപ്പികൾ, അതൊക്കെയാണ്. പിന്നെ ഈ ഒരു കസേര ഇൻഡക്ഷൻ കുക്കർ ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ടേബിൾ ഇടുന്ന, പക്ഷേ ഞാൻ ടേബിൾ ഞാൻ എന്താ പറയുക ഇല്ല, അത്രയും വലിയൊരു ടേബിളില്ല, ആ ഒരു ടേബിളുള്ളൂ. ആ ടേബിൾ അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ടാണ് ആ സാധനങ്ങളൊക്കെ വെച്ചേക്കണത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു എന്താ പറയുക, ഇവിടെ ഞാൻ വെച്ചേക്കണം കേട്ടോ. കൂടുതൽ കണ്ടോ, അടിയിലൊന്നുമില്ല കേട്ടോ, അടിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. കുട്ടളങ്ങൾക്ക് പിന്നെ അതെ കുറേ കിറ്റുകൾ കാണാം കണ്ടോ. ഇതാണ് എൻ്റെ അടുക്കള. ഇത് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം അതെ ചായൻ്റെ കസരത്ത് നോക്കി, ഫയൽ മൊത്തം അറ്റസ്റ്റ് ചെയ്യിക്കാനുള്ള ഫയൽ മൊത്തം ബാഗിൽ നിന്നൊക്കെ പൈസ ഇത് പുറത്തേക്ക് ഇട്ടിട്ട് ലെസ്സിന്. അപ്പം അങ്ങനെ അടുക്കളയും റൂം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ഇതാണ് നമ്മുടെ റൂം ഗൈസ്. നമ്മൾ കിടക്കണ റൂം ഇതാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു കട്ടിൽ, അതൊരു കട്ടിൽ വലിയൊരു കട്ടിലാണ് കേട്ടോ. പിന്നെ ഇതൊരു ചെറിയൊരു കട്ടിലാണ്. ഇത് കാൻ്റെ വീട്ടിൽ തന്നെ തന്ന കട്ടിലാണ് കേട്ടോ. കാരണം അവിടെ ഒരു വീട് മാറുന്ന പറഞ്ഞപ്പോൾ ഒരു സ്പേസ് ചെയ്യാറപ്പോൾ ഈ കട്ടിൽ ഞങ്ങൾക്ക് തന്നേനെ. അപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ എടുത്തും ഇവിടെ ഞങ്ങൾ എടുക്കും. പക്ഷേ ഇപ്പം അവിടെ ആ വലിയ കട്ടിൽ ഞാനും ജായം കിടക്കും, ഇവിടെ ജയാനും കായം കിടക്കൂട്ട, അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ ഇവിടെ ഒരു അലമാരി ഉണ്ട്. ഇതെൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്ന അലമാരിയാണ് കേട്ടോ. അടുക്കള ഞാൻ വന്നപ്പോൾ ഉണ്ടായ അലമാരിയാണ്. അതുപോലെ ഇവിടെ ഒരു എന്താ പറയുക, എല്ലാം അങ്ങനെ വലിച്ചു വരയ്ക്ക് ഇട്ടേക്കാനാണ്. മെഡിസിൻ വെക്കണത് ഇത്, പിന്നെ കുറച്ച് ഐറ്റംസുകൾ വെക്കണത്, പിന്നെ ചെയ്യാൻ്റെ സാധനങ്ങൾ, പിന്നെ അടിയിൽ ഷൂവുകൾ, ചെയ്യാൻ്റെ ഷൂവുകൾ, നിസ്കാരക്കുപ്പിള, ബ്ലാങ്കറ്റുകൾ, ഇങ്ങനെ വെക്കാണ്ട് ഒരു സെറ്റ്, ഒരു എന്താ പറയുക ഷെൽഫ് പോലെ കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ. ഇതെൻ്റെ വീട്ടിൽ നിന്ന് തന്നെ തന്നതാണ്. ഇതെൻ്റെ വീട്ടിൽ നിന്ന് അടുക്കള വന്നപ്പോൾ തന്ന സാധനം. 5 വർഷമായി. ഇപ്പോഴും എന്താ പറയുക ഒരു കേടുപാടുകളും പറ്റാണ്ട് അങ്ങനത്തെ ഞാൻ കാത് സൂക്ഷിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അത്ര അധ്വാനിച്ച് തന്നാൽ മുതലല്ലോ, നമ്മൾ അങ്ങനെ നശിപ്പിച്ച് കളയാനൊന്നും പാടില്ലല്ലോ. ഇത് പിള്ളേരെ ടോയ്സുകൾ, അങ്ങനെയൊക്കെ വലിച്ചു വരേക്ക് ഇടും കണ്ടോ. കറക്റ്റ് ഇതാണ് റൂം കണ്ടോ. ഇത് റൂമിൽ തന്നെ ബാത്റൂം ഉണ്ട് കേട്ടോ. കാണിച്ച് തരാം, ഹോം ടൂമറല്ലേ കണ്ടോ. ഇതാണ് ബാത്റൂം. സയാൻ്റെ ബാത്റൂമാണ് ഇരിക്കുന്നത് ബാത്റൂം. റൂമിൽ നിന്ന് പിന്നെ നമുക്ക് 2 റൂമാണ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ ഇതൊരു റൂം. പിന്നെ ഹോളിൽ നിന്ന് ഇപ്പുറത്തേക്ക് ആകുമ്പോഴത്തേക്കാം ഇവിടെ ഒരു റൂമുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ എന്താ പറയുക, ഇത് കണ്ടോ, അലക്കിയതൊക്കെയാണ് മടക്കാനുണ്ട്. മടിയാണ് എനിക്ക് അലക്കാൻ, എനിക്ക് ഇഷ്ടമായിരിക്കും. വാഷിംഗ് മെഷീനല്ലേ അലക്കണത്, പക്ഷേ മടക്കണം നമ്മൾ തന്നെയല്ല. അപ്പോൾ അതുകൊണ്ട് മടക്കാൻ കുറച്ച് ഇതുണ്ട് കേട്ടോ. ഇവിടെ കിടക്കാറ് കൂടുതൽ എൻ്റെ ഉമ്മ വന്നാലോ ഉക്കാൻ്റെ ഉമ്മ വന്നാലോ കൂടുതൽ അവരാണ്ട് വന്ന് കിടക്കണത്. ഇവിടെ ഞങ്ങൾ ആരും കിടക്കാറില്ല. ഉക്കാൻ്റെ ഉമ്മല എൻ്റെ ഉമ്മ വരുമ്പോഴാണ് കിടക്കണത്. ആൾക്കാർ വരുമ്പോൾ കിടക്കണത് ഗസ്റ്റ് റൂമെന്നും പറയാം. അല്ലെങ്കിൽ ഗസ്റ്റ് റൂം അല്ലെങ്കിൽ തുണി റൂമെന്നും പറയും. കാരണം തുണികളിങ്ങനെ കിടക്കും. പിന്നെ വാഷിംഗ് മെഷീൻ അല്ല ഈ റൂമിലുണ്ട് കേട്ടോ ഒരു ബാത്റൂം. ഈ റൂമിലുണ്ടൊരു ബാത്റൂം. പിന്നെ ഇത് കണ്ടോ, ഒരു അലമാരി കൊണ്ട് മേടിക്കാം. കാരണം അലമാരിൽ പിള്ളേരൊക്കെ ഡ്രസ്സൊക്കെ സെല്ല് ചെയ്ത് ജയാൻ്റെ പുതിയ ഡ്രസ്സ്, ജയാൻ്റെ പുതിയ ഡ്രസ്സ് അങ്ങനെ കുറച്ച്. പിന്നെ ജയാൻ്റെ വീട്ടിലുള്ള ഡ്രസ്സുകൾ. അപ്പോൾ ഇവിടെ ഒരു ഷെൽഫ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ജയാനെ വലിച്ചാലൊക്കെ ഉള്ളൊക്കെയാണോ, എന്നാലും നിങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, വലിച്ചു വാരി ഭയങ്കര ഇടലാണ്. പിന്നെ ഇവിടെ ഒരു അലമാരി ഉണ്ട്. ഈ അലമാരി എൻ്റെ അലമാരിക്കാൻ്റെ കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇത് റാക്ക് ഇതുപോലെ ഇരിക്കുന്നുണ്ട്, ബോക്സ് പോലെ. അതിൽ ഇക്കാൻ്റെ ജയാൻ്റെ ഷൂസുകൾ വെച്ചേക്കണേ കേട്ടോ. ഇക്കാക്ക് ആ ഒരു പ്രാന്തിൻ്റെ ഷൂസിൻ്റെയൊക്കെ ഒരു അഡിക്റ്റാണ്. ജായ അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് എൻ്റെ വീട്. ഗൈസ്. ഇതാണ്, ഇത്രേ ഉള്ളൂ. ചെറിയൊരു വീടാണ്.
അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഹോം ടൂറ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയുള്ള പുതിയ പുതിയ വീഡിയോകൾ കാണുന്നവരെയും ബായ്. ബായ് പറഞ്ഞേ. ബായ്. ബായ്. ജായ കുട്ടും വയ്യാട്ടോ. ജായ ഇനി കാണിക്കാൻ പിന്നെ പോണം. ബായ്. ബോറടിച്ചിരിക്കും ഗായ്സ്. കാരണം കായം പോയി ജയാനെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടാവും. ജായ കിടന്നുറങ്ങി പിന്നെ ഞാൻ 24 ഇതുവരെ കിടക്കൊക്കെ തന്നെ. വേറെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. വേറെ പ്രത്യേകിച്ച് എനിക്ക് പണിയൊന്നുമില്ല. പിന്നെ 1 മണിയാകുമ്പോൾ പിന്നെ ഞാൻ പോകും. അഡ്ജസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി പിന്നെ ഞാൻ പോകണം. എനിക്ക് ജായ കാക്കി കാക്കി പാട്ട് പാടിക്ക്. കാക്കി കാക്കി പാട്ട് പാടിക്ക്. ബേബി പാട്ട് പാടിക്ക്. കാക്കി കാക്കി പാട്ട് പാടി. അപ്പോൾ അത്രയുള്ള ഗൈസ്. ബൈ.